ഹലോ, എല്ലാവർക്കും ഫൈഹാസ് വേൾഡിലോട്ട് സ്വാഗതം. നമ്മുടെ പഴച്ചെടികളായിക്കോട്ടെ, പച്ചക്കറി ചെടികളായിക്കോട്ടെ, ഏതൊരു ചെടിക്കും വളരാനായിട്ട് നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാഷ് ഇവ അത്യാവശ്യമാണ്. അതായത് NPK അടങ്ങിയ ജൈവവളങ്ങൾ കൊടുത്താൽ ചെടികൾ ഇതുപോലെ ധാരാളം കായ്ച്ച് നമുക്ക് കിട്ടും. ഈ തായ്പിങ്ക് പേര ഞാൻ വെച്ചിട്ട് വെറും 4 മാസം ആയിട്ടുള്ളൂ. ഇത് മേടിക്കുന്ന വീഡിയോസൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇതിപ്പോൾ നന്നായിട്ട് കായ്ച്ചാണ് കിടക്കുന്നത്. നിറയെ കായ്ച്ചിട്ടുണ്ട്, കണ്ടില്ലേ. അപ്പോൾ ഞാൻ ഇവയ്ക്ക് എൻ്റെ NPK അടങ്ങിയിട്ടുള്ള ജൈവ വളങ്ങളാണ് കൊടുക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് കൊടുക്കേണ്ടത്, എന്താണ് കൊടുക്കേണ്ടതെന്നതൊക്കെ ഞാൻ ഈ വീഡിയോയിൽ പറയാം. അപ്പോൾ അതിന് മുമ്പായിട്ട് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, പറ്റിയാലൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ വീഡിയോയിലോട്ട് പോവാം. ഒരു ചെടിക്ക് കൊടുക്കേണ്ട അളവാണ് കേട്ടോ ഞാൻ ഈ എടുക്കുന്നത്. ഒരു ചിരട്ട കടലപ്പിണ്ണാക്കാണ് ഞാൻ എടുക്കുന്നത്. ഈ കടലപ്പിണ്ണാക്കിൽ ധാരാളമായി തന്നെ NPK അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ചെടികൾ നന്നായിട്ട് വളരുകയും ചെയ്യും. അപ്പോൾ ഇത് ദ്രവരൂപത്തിൽ കൊടുക്കുന്നുണ്ട്. ആ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ നേരിട്ട് മണ്ണിലോട്ടാണ് ഞാൻ ചേർക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് വെറുതെ ഇട്ടാൽ ഉറുമ്പ് വരും. അപ്പോൾ അതുകൊണ്ട് ഒരു അര ചിരട്ട വേപ്പിൻ പിണ്ണാക്ക് കൂടി ഇതിൽ മിക്സ് ചെയ്യണം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. വെറുതെ ഇട്ടാൽ ഉറുമ്പ് വരും, അത് നമ്മുടെ ചെടിക്ക് ദോഷമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇത് രണ്ടും മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മുടെ ചെടിയുടെ ചുവടൊന്ന് ഇളക്കി മുന്നോട്ടാക്കിയതിന് ശേഷം ഈ വളം ഇട്ട് കൊടുക്കാം. ചെടിയുടെ ചുവട്ടിൽ നിന്ന് കുറച്ച് നീക്കി ഇട്ട് കൊടുക്കണം. ചുവട്ടിൻ്റെ തൊട്ടടുത്തായിട്ട് ഇട്ട് കൊടുക്കരുത്. അതിനുശേഷം നന്നായിട്ടൊന്ന് മണ്ണ് ഒന്നും കൂടി ഇളക്കിയതിന് ശേഷം നമ്മുടെ അടുത്ത് ചാണകപ്പൊടി ഉണ്ടെങ്കിൽ കുറച്ച് ചാണകപ്പൊടിയും കുറച്ച് മണ്ണും മിക്സ് ചെയ്ത് അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കണം. ചാണകപ്പൊടി ഇല്ലെങ്കിൽ വെറുതെ മണ്ണായാലും ഇട്ട് കൊടുത്താൽ മതി. ചാണകപ്പൊടി കൂടി മിക്സ് ചെയ്ത് ഇട്ട് കൊടുത്താൽ കുറച്ചുകൂടെ നല്ലതാണ്. മണ്ണിട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് നനച്ചു കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. ഒരു മാസത്തിൽ ഒരു വട്ടം ചെയ്തു കൊടുത്താൽ മതിയാവും. ചെടികൾ നല്ല രീതിയിൽ വളർന്ന് കായ്ക്കും. ഉണ്ടാവുന്ന കായ്കൾക്ക് രുചിയും കൂടും. കടലപ്പിണ്ണാക്ക് നമുക്ക് വെള്ളത്തിൽ പുളിപ്പിച്ചിട്ട് ലിക്വിഡ് വളമായിട്ടും കൊടുക്കാം, ഇങ്ങനെയും കൊടുക്കാം. എങ്ങനെ കൊടുത്താലും ചെടികൾ നന്നായിട്ട് വളർന്നോളും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ ഓക്കെ, ബൈ.